അങ്ങനെ രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ തിളങ്ങി നിൽക്കുകയാണ്. എന്തായാലും രേണു സുധിക്ക് ഇപ്പോൾ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. 2 പേരിൽ നിന്നാണ് നമ്മുടെ ആ ഷേവിംഗ് ഫോം മുഖത്ത് പുരട്ടിയിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്, ക്യാപ്റ്റൻസി ടാസ്ക്. ആരാണ് ക്യാപ്റ്റൻ ആകണ്ട എന്ന് നമുക്ക് തോന്നുന്നവരുടെ മുഖത്ത് ഷേവിംഗ് ഫോം പുരട്ടുക എന്നുള്ള ടാസ്ക്കാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ രേണു സുധിയുടെ മുഖത്ത് ആദ്യം തന്നെ ഷേവിംഗ് ഫോം പുരട്ടിയത് നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് താരമായി വന്ന തെക്രാളാണ്. അത് കഴിഞ്ഞ് രേണു സുധിയുടെ മുഖത്ത് ഷേവിംഗ് ഫോം പുരട്ടിയത് നമ്മുടെ അപ്പാനി ശരത്താണ്. അപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ റീസൺ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഷേവിംഗ് ഫോം പുരട്ടാൻ കാരണം അല്ലെങ്കിൽ ക്യാപ്റ്റൻസിക്ക് യോഗ്യതയില്ല രേണുസുധി എന്ന് പറയാൻ കാരണം രണ്ടുപേരും പറഞ്ഞത് ഏകദേശം ഒന്ന് തന്നെയാണ്. തെക്രാൾ പറഞ്ഞത് ഇന്നലെ ടാസ്ക് കളിക്കുന്ന സമയത്ത് രേണുസുധി ആ ടാസ്കിന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ല, താല്പര്യം കൊടുത്തില്ല, അതുകൊണ്ടാണ് ഈ രേണുസുധിന് ഇതിന് യോഗ്യതയല്ല എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ അപ്പാനി ശരത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ടാസ്ക് കളിക്കുന്ന സമയത്ത് രേണുസുധി ടാസ്ക് ചെയ്യാതെ ഒരു മൂലയിൽ മാറി നിന്നു, അതുകൊണ്ടാണ് ചെയ്തത് എന്ന്. ചുരുക്കി പറഞ്ഞാൽ രേണുസുധിക്ക് ഇപ്പോൾ 8ന്റെ പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം.